മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കോട്ടയത്തും എറണാകുളത്തും ആലപ്പുഴയിലും 4-5 പ്രഭാഷണങ്ങൾക്കായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ധാരാളം വ്യക്തികൾ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് കേൾക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമായിട്ട് വന്നിരുന്നു. എല്ലാ സദസ്സുകളിലും കുറേ വ്യക്തികൾ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നടന്ന ചുംബനത്തെക്കുറിച്ച്, ആലിംഗനത്തെക്കുറിച്ച്, അത് ഭാരതത്തിൻ്റെ ചില മൂലയ്ക്ക് ഹൈദരാബാദിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ അല്പമൊന്ന് വ്യാപിച്ചതിനെക്കുറിച്ചും അവർ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, കഴിയുന്നത്രയും വിഷയങ്ങൾ നമ്മുടെ നാടിൻ്റെ പൈതൃകവും നമ്മുടെ ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമായിട്ടുള്ള വിഷയങ്ങളിലൂടെ പോകാനാണ് എനിക്കാഗ്രഹം. ഇതുപോലെയുള്ള ചീപ്പ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് മനുഷ്യരുടെ മനസ്സിൽ കുറേ കാലത്തേക്ക് നിലനിർത്താൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് യൂട്യൂബിൽ അതൊന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നും പറഞ്ഞു. പക്ഷെ വളരെ വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള കുറേ വ്യക്തികൾ പറഞ്ഞു, അതല്ല സാർ, അതിനെക്കുറിച്ച് പറയണം, അതിന് പബ്ലിസിറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ശരിയേത് തെറ്റേത് എന്ന് സംശയിച്ച് നിൽക്കുന്നവർക്ക് ഒരു മാർഗദർശനമാവാൻ സാറിൻ്റെ വരി ചിലപ്പോൾ ഉപയോഗപ്രദമായിരിക്കാം. അതെന്തായാലും സാർ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എല്ലായിടത്തും അതിൻ്റെ മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞത്, കുറച്ചു കാലം മുമ്പ് ഇസ്രായേല് പാലസ്തീനിലേക്ക് അടിച്ചു കയറിയ ഒരവസരം ഉണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പാലസ്തീൻ ജനതയുടെ നെഞ്ചത്തു കൂടെ ആറ്റം ടാങ്കും അതെല്ലാം കൊണ്ടുപോകുന്നൊരു സീൻ ഉണ്ടായിരുന്നു. എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞിരുന്നു. എല്ലാവരും ഇസ്രായേലിനെ കാര്യമായിട്ട് വിമർശിക്കുകയും ചെയ്തു. പക്ഷെ ഇസ്രായേൽ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് എല്ലാവരും മറന്നുപോയി. വളരെ ലളിതമായിരുന്നു. ഇസ്രായേലിലെ കുറെ കുട്ടികളെ ഒരു കാരണവുമില്ലാതെ പാലസ്തീൻകാര് കേറി ഹെഡ് ചെയ്ത് അവരെ വധിച്ചു, പാവപ്പെട്ട കുട്ടികളെ. അതിന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പാലസ്തീൻ വീണ്ടും വീണ്ടും ഇസ്രായേലിന്റെ ചെറിയ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കയറി അത് ചെയ്യും എന്നുള്ളതിന് പ്രതികരണമാണ് ഇസ്രായേൽ ചെയ്തത് എന്ന്. അത് ചെയ്തത് ശരിയോ തെറ്റോ എന്നല്ല, ചെയ്യാനുള്ള കാരണം അതാണെന്ന് എല്ലാവരും മറന്നു. അതുപോലെയാണ് ഈ ചുംബനത്തിനെതിരെ എന്തായിരുന്നു തുടക്കം? കോഴിക്കോട് ഡൗൺ ടൗണില് സർക്കാർ ഭൂമി വളച്ചു കെട്ടി ഒരു ഹോട്ടൽ നടത്തുന്ന മുസ്ലിം സർക്കാർ ഭൂമി വളച്ചു കെട്ടി അവിടെ വൈകുന്നേരം ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ച് ഹിന്ദു പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും അവിടെ വെള്ളോടിയും കെട്ടിപ്പിടുത്തവും ചുംബിക്കലും എല്ലാം നടന്നപ്പോ ആ ഹിന്ദു കുട്ടികൾക്ക് അത് സംഭവിക്കുന്നു എന്നുള്ള വേദനയോടുകൂടി കുറെ യുവാക്കള് ഹോട്ടൽ ഉടമയോട് പറഞ്ഞു, ഇത് നിർത്തണം. അത് 2-3 പ്രാവശ്യം ഹോട്ടൽ ഉടമയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നേരിട്ട് ചെന്ന് പോലീസിൽ കേസും കൊടുത്തു. ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു, അവരുടെ ദുഃഖം എഴുതി കൊടുത്തു, വേദന അല്ലെങ്കിൽ പ്രതിഷേധം എഴുതി കൊടുത്തു. ഒരു പ്രതികരണവും ഉണ്ടായില്ല.
അതിനുശേഷമാണ് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിലും അവർ നിയമം കയ്യിലെടുത്തത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, അത് ശരിയുമല്ല. ഒരു തരത്തിലും പ്രതികരിച്ചത് അപ്പുറത്തുള്ളവർ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രതികരിച്ചത്. അതിനെ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന കാരണത്താല് അത് ചെയ്തത് ബജരംഗദളോ വേറെ RSS ആരൊക്കെയോ ആണ്. ആരൊക്കെയോ അതിനകത്തുണ്ട്. ബജരംഗദളുണ്ടെന്ന് തോന്നുന്നു, രാമസേനയുണ്ടോന്ന് തോന്നുന്നു, BJP-യോ RSS-ഓ ആരൊക്കെയോ അതിനകത്തുണ്ട് ഈ തല്ലാൻ കൂടിയതില്. അപ്പോ ആ കാരണത്തെ മാറ്റിവെച്ച് മനുഷ്യന് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ കയറി ഇവരിടപെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചവിട്ട് നാടകം മറൈൻ ഡ്രൈവില് അരങ്ങേറിയത്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തെ ആർക്കും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. പക്ഷെ ചില സ്വാതന്ത്ര്യത്തിന് പരിമിതിയുണ്ട്. 3 ദിവസം മുമ്പ് കാശ്മീരിലെ ഒരു നേതാവ് 10 പ്രാവശ്യം അയാളുടെ 10 പ്രഭാഷണങ്ങളിൽ ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഒരു ഹിന്ദു മുഖ്യമന്ത്രിയെ കാശ്മീരിൽ ഞങ്ങൾ അവരോധിക്കാൻ അനുവദിക്കില്ല. ഈ ഒരു വരി ആ മൻസൂർ എന്ന് പറയുന്ന മുസ്ലിം പറഞ്ഞപ്പോ ഇവിടത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഡിവൈഎഫ്ഐക്കാരും CPM-കാരും അവരുടെ കൂട്ടത്തിലുള്ളവരും ഒന്നും പറഞ്ഞില്ല. ഒരു കാരണവശാലും ഒരു ഹിന്ദു മുഖ്യമന്ത്രിയെ കാശ്മീരിൽ അവരോധിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ അത് മറിച്ചാ സംഭവിച്ചതെന്ന് വിചാരിക്കുക. കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയെ അവരോധിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ? അതേപോലെ കഴിഞ്ഞ ആഴ്ച സ്പൈഡർമാൻ എന്ന ഒരു സീരിയൽ, ഇംഗ്ലീഷിലൊക്കെ വരുന്നത് ന്യൂ സ്പൈഡർമാൻ എന്നൊരു സീരിയൽ വന്നു. ആ സീരിയലില് ഉണ്ണിയേശുവിൽ നിന്ന് ശക്തി നേടിയിട്ടാണ് ആ സ്പൈഡർമാൻ പലതും ചെയ്യുന്നതായിട്ടാണ് ആ ചെറിയ സീരിയല്. കത്തോലിക്ക സഭയുടെയും മറ്റ് ക്രിസ്ത്യൻ സഭയുടെയും കർദിനാൽമാരും പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ചതോടുകൂടി കലാസ്വാതന്ത്ര്യവും ആവിഷ്കരണ സ്വാതന്ത്ര്യവുമെല്ലാം മുറവിളി കൂട്ടുന്ന ഈ പരമദരിദ്രവാസികളായ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ആ പള്ളിയുടെ പ്രതിഷേധത്തെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കത്തിവെപ്പാണെന്നൊന്നും പറഞ്ഞില്ല. ഒരു മുസ്ലിം തന്നെ ഞാൻ പറയാം, ഒരു ചിത്രകാരൻ സീതാദേവിയെയും ഭാരതമാതാവിനെയും ഹനുമാനെയും ശ്രീരാമനെയും ലക്ഷ്മിയെയും സരസ്വതിയെയും തനി നഗ്നനായിട്ട് ചിത്രീകരിച്ചപ്പോ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ആവിഷ്കരണ സ്വാതന്ത്ര്യം പറഞ്ഞ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളും ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പള്ളിക്കാരെ എതിർത്തതിനെതിരെ ഒന്നും പറഞ്ഞില്ല. ആ ന്യൂ സ്പൈഡർമാൻ എന്ന സീരിയൽ പിൻവലിച്ച് ഈ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമില്ലാത്തത് മാറ്റി വീണ്ടും പുതിയതുണ്ടാക്കി ക്രിസ്തുമസോടുകൂടി റിലീസ് ചെയ്യാമെന്ന് അവര് പറഞ്ഞു. അപ്പോ അവിടെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തെ ബാധിച്ചില്ലേ സാറേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഹിന്ദുവിനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ഏത് പേക്കൂത്തും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു തുടക്കം മറൈൻ ഡ്രൈവിലെ ചുംബനം. ആ ചുംബനത്തില് ആര് പങ്കെടുത്തു പങ്കെടുത്തില്ല ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഈ ചുംബിച്ചതിനെതിരെ പ്രതിഷേധിച്ചവർ അങ്ങനെ പ്രതിഷേധിച്ചത് കൊണ്ടാണ് ചുംബിച്ചതെങ്കിൽ രാത്രി കിടപ്പറയിൽ നടത്തുന്ന പല കാര്യങ്ങൾക്കും എതിരെ പ്രതിഷേധിച്ചാൽ ഇതേ മറൈൻ ഡ്രൈവില് ഇവർ കിടപ്പറ ദൃശ്യവും കാണിക്കുമോ
എന്നുകൂടി ഒരു ചോദ്യം ഉണ്ട്. കാരണം പ്രതിഷേധിച്ചതിനെതിരെ പ്രതിഷേധിക്കാനാണല്ലോ ഇത് ചെയ്തത്. അതല്ല, വേറൊന്നുകൂടിയുണ്ട്. ഇതിനെ ന്യായീകരിച്ച നേതാക്കന്മാരുടെ ഭാര്യമാരെയാണ് ആരെങ്കിലും ചുംബിച്ചതെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് മക്കളുണ്ടല്ലോ അവരെയാണ് ചുംബിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തവരുടെ സഹോദരിമാരെയാണ് വേറൊരുവൻ ചുംബിച്ചതെങ്കിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തായിരിക്കും പ്രതികരണം? അത് ഒരു വശം. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഈ ചുംബിച്ചവരുടെ വീഡിയോ ടിവികളിലുണ്ട്, TV ചാനലുകളിലുണ്ട്, ഫോട്ടോ പത്രങ്ങളിലുണ്ട്. അല്ലാതെ ആയിരക്കണക്കിന് ആൾക്കാര് അവരവരുടെ മൊബൈൽ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. ഈ ചുംബിച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആ കുട്ടിയുടെ വിവാഹം നടത്താൻ പോകുന്ന വേളയിൽ ആ പയ്യൻ അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ഒരു പയ്യന് തന്നെയാണ് മറ്റൊരുവൻ ചുംബിച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയതെങ്കിൽ, ആ പെൺകുട്ടിയെയാണ് ഇയാൾ വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ, അയാൾ വിവാഹം കഴിക്കുമോ? അവനവന്റെ അമ്മയെ കയറി വേറെ വല്ലവനും ചുംബിച്ചാൽ, അവനവന്റെ ഭാര്യയെ കയറി വേറെ വല്ലവനും ചുംബിച്ചാൽ, അവനവന്റെ മകളെയും സഹോദരിയെയും കയറി വേറെ വല്ലവനും ചുംബിച്ചാൽ, ആ ചുംബിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് മുദ്രാവാക്യം വിളിച്ച് ആവിഷ്കരണ സ്വാതന്ത്ര്യം നടത്തിയവര് എന്തായിരിക്കും പ്രതികരിക്കുക? നിങ്ങൾ ഓർമ്മിച്ചു നോക്കുക. ഇതിനെ ന്യായീകരിച്ച വ്യക്തികൾ എങ്ങനെയാണ് ഇപ്പൊ ജീവിക്കുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ആവർത്തന വിരസതയെ ഉണ്ടാക്കുമെന്നും എനിക്കറിയാം. പാർട്ടി സെക്രട്ടറി അമ്പലത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കരുതെന്നും അമ്പലത്തിൽ പോകരുതെന്നും പറഞ്ഞ അതേ സെക്രട്ടറിയുടെ മക്കള് ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും വായിക്കുന്നവരാണ്. അമൃതാനന്ദമയുടെ കോളേജിലാണ് അവർ പഠിച്ചതും ഇപ്പോഴല്ല, മുമ്പ് പഠിച്ചത്. അപ്പൊ അവനവന്റെ മക്കളെ സുരക്ഷിതമായിട്ട് നിർത്തിയിട്ടാണ് നിരീശ്വരവാദവും യുക്തിവാദവും എല്ലാം പ്രചരിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മകൻ ഗുരുവായൂരിലേക്ക് നിത്യവും പോകാറുണ്ട്, മുട്ടറക്കൽ വഴിപാട് നടത്താറുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മകൻ ചോറ്റാനിക്കരയില് അതിഗംഭീരമായിട്ട് അന്നദാനത്തിന് വഴിപാടിന് കൊടുത്തിട്ടുണ്ട്. ജി കൃഷ്ണപിള്ളയും AK ഗോപാലനുമാണ് ശ്രീകൃഷ്ണനെ വഴിയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അവര് ശ്രീകൃഷ്ണനെ ആരാധിച്ചിരുന്നു. KR ഗൗരിയമ്മ അതിഗംഭീരമായിട്ട് DYFIക്കാരുടെ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉദാഹരണങ്ങളുണ്ട്. EK നായനാരുടെ ഭാര്യയും മകനും ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യ അല്ലെങ്കിൽ മക്കള് ഈശ്വര വിശ്വാസികൾ അല്ലാത്തവരുണ്ടോ? ചിന്തിച്ചു നോക്കാം. നാട്ടുകാരെ മുഴുവനും നിരീശ്വരവാദികളാക്കുന്ന ഈ മഹാപണ്ഡിതന്മാരും പുരോഗമനവാദിക്കാരും അവനവന്റെ ഭാര്യയെ മാറ്റാൻ പറ്റില്ലേ? പറ്റിയില്ലേ ഇവർക്ക്? അവനവന്റെ മക്കളെ മാറ്റാൻ പറ്റണില്ലേ ഇവർക്ക്? അവനവന്റെ മക്കളെയും അവനവന്റെ വീട്ടുകാരെയും മാറ്റാൻ പറ്റാത്ത EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ പഴനിയിലേക്ക് പോയി EM ശങ്കരൻ നമ്പൂതിരിപ്പാടും പഴനി അമ്പലത്തിൽ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചപ്പോ മറ്റുള്ളവരെ എല്ലാവരെയും നിരീശ്വരവാദികളും യുക്തിവാദികളും ആക്കണം, നമ്മുടെ കാര്യം വിട്. ഇതാണ് ഈ ഒരു അന്തരീക്ഷത്തില് റോട്ടിൽ കൂടെ പോകുന്നതും രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ചവരുമായ പെൺകുട്ടികളെ ചുംബിക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൺകുട്ടികൾ മുമ്പോട്ട് വന്നാൽ അതൊരു രസമാണ് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് ഭാവി ജീവിതത്തിന്റെ പ്രശ്നമാണ്. എന്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ മൃഗങ്ങൾ തുണിയില്ലാതെ നടക്കുന്ന മാതിരി നടക്കാൻ സ്വാതന്ത്ര്യമില്ല. എന്തിനും സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞ് പട്ടികളും കോഴികളും റോട്ടിലോ വഴിയിലോ ഇണചേരുന്ന മാതിരി ചേരാൻ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. അതുപോലെ എന്തും എവിടെ വെച്ചും വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്തും എങ്ങനെയും കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഈ നാടിനെ ഭരിക്കുന്നവരെ പരിധിക്കപ്പുറം കടന്ന് വിമർശിക്കാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഗുരുവായൂരപ്പൻ കോളേജിലെ 2 അകത്തായത്.
നമ്മുടെ ഭരണകർത്താവ് ടെററിസ്റ്റും തീവ്രവാദിയുമാണെന്ന് പറഞ്ഞ് സോവനീറിൽ എഴുതി. അപ്പൊ എന്തും എവിടെയും കാണിക്കാനൊന്നും സ്വാതന്ത്ര്യമില്ല. മക്കളെ, അതാദ്യം നിങ്ങൾ അറിയാം. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുറെ വ്യക്തികൾ അവർ നേതൃത്വം നൽകി അവസാനം ഇന്നലെ ഒരാൾ പറയുന്ന കേട്ടു, ഉച്ചി വെച്ച കൈകൊണ്ട് ഉദകക്രിയ നടത്തുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തി. കാരണം എന്താ അറിയോ? ആശയങ്ങളില്ല, ആദർശങ്ങളില്ല, അറിവില്ല, പ്രതികരിക്കലും പ്രതിഷേധിക്കലും നിഷേധിക്കലും ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കലും ഓരോന്നും സംഭവിച്ചതിന് ശേഷം പശ്ചാത്തപിക്കലും 1947 ഇംഗ്ലീഷുകാരോട് കൂടി നിന്നത് ശരിയായില്ല, 1987 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചത് ശരിയായില്ല, 1997 മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം മൂക്കറ്റം തിന്ന് പോളിറ്റ് ബ്യൂറോയിൽ സമ്മേളനം നടത്തുന്ന നിങ്ങള് അവനവന്റെ മക്കളെയും വീട്ടുകാരെയും സുരക്ഷിതമാക്കിയിട്ട് നിർത്തിയിട്ടാണ് വല്ലവന്റെ മക്കളെയും അതുപോലെയുള്ള സഹോദരി സഹോദരന്മാരെയും ചുംബിക്കാൻ വിട്ടത് എന്ന് യുവാക്കളായ നിങ്ങൾ എന്നെങ്കിലും അറിയണം. ആ യുവാക്കളോടും യുവതികളോടും പറയുന്നു, നിങ്ങളുടെ അമ്മയെ, നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ സഹോദരനെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ സഹോദരിയെ, നിങ്ങളുടെ ബന്ധുവിനെയാണ് വഴി കൂടെ പോകുന്ന ഒരുവൻ ചുംബിച്ചതെങ്കിൽ, എന്നിട്ട് ആ ചുംബിച്ചവൻ അതെന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ? അത് മാത്രം ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് നിങ്ങൾ ലോകത്തിൽ തുണിയില്ലാതെ നടക്കുകയോ, ജീൻസ് ഇട്ട് നടക്കുകയോ, ടൈറ്റ് പാന്റ് ഇട്ട് നടക്കുകയോ, അല്ലെങ്കിൽ വഴിയോരത്ത് കൂടെ പോകുന്നവരെ കയറി ചുംബിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം. വരും വരായികകൾ ചിന്തിക്കാതെ ചെയ്താൽ പലരുടെയും മൊബൈൽ ഫോണിൽ നിങ്ങൾ ചുംബിച്ച ഫോട്ടോ ഉണ്ട്, പല പത്രങ്ങളിലും അതുണ്ട്. നിങ്ങൾക്കറിയാം, ചുംബിക്കുമ്പോൾ ഒരു പത്രക്കാരനും ഒരു ഫോട്ടോ അല്ല എടുക്കാം, ആയിരക്കണക്കിന് ഫോട്ടോ എടുത്തതിൽ ഒരെണ്ണാണ് പത്രത്തിലിടുക. പണ്ടാണെങ്കിൽ ഈ ക്യാമറയില് ഫിലിം ഇങ്ങനെ റോൾ ചെയ്യണം, ഭയങ്കര നഷ്ടമാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ 60,000 ഫോട്ടോ വരെ ഒരു ചെറിയ ചിപ്പില് ഒതുക്കാൻ സാധിക്കും. അതിലെ ഒരെണ്ണോ രണ്ടെണ്ണോ ആയിരിക്കും പത്രത്തിൽ കൊടുക്കാം. അതും കൂടി മക്കളെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ തന്നെ ആയിരിക്കും ഉത്തരവാദി. നമുക്ക് നാമേ പണിവത് നാഗം നരകവും. അതുപോലെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഒരു വശത്ത്, കുറേ കാലം കഴിഞ്ഞ് അമൃതാനന്ദമയിക്കെതിരെ കൈരളി ചാനലും ജോൺ ബ്രിട്ടാസും പറഞ്ഞതാണ് തോൽവിക്ക് കാരണമെന്ന് പ്രഖ്യാപിക്കുന്ന 91 വയസ്സായിട്ടുള്ള വയോവൃദ്ധൻ വേറൊരു സ്ഥലത്ത് ഓർമ്മിക്കുക. ജസ്റ്റിസ് കൃഷ്ണയ്യര് 100ാം വർഷം ആഘോഷിച്ചപ്പോൾ അദ്ദേഹം പട്ടുമുണ്ടും അതുപോലെ ജുബ്ബയുമിട്ട് എറണാകുളത്തപ്പന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് തൊഴുന്നൊരു കാഴ്ച ടിവിയിലുണ്ടായിരുന്നു, പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇവരെല്ലാം പണ്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒത്തിരി വ്യക്തികളെ CPM ആക്കിയവരുമാണ്. ഇപ്പൊ അവരെവിടെയുണ്ട്? ഇത് എല്ലാവർക്കും ആപ്ലിക്കബിളാ. ആരാധ്യനായ അച്യുതാനന്ദൻ സാർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. എഴുത്തിനിരുത്തി കുട്ടികളെ, എന്തായിരിക്കും എഴുതിയിരിക്കാൻ സാധ്യത? ഹിന്ദു ധർമ്മത്തിനെതിരെ ആക്രോശിക്കുന്നവരുടെ നേതാവിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന വ്യക്തി അരിയില് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് പിള്ളേരെ കൊണ്ട് എഴുതിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എഴുതിച്ചത് ഹരിശ്രീ ഗണപതയേ നമഃ എന്നാണെങ്കിൽ അങ്ങനെ എഴുതിക്കുന്നതിനെതിരെ ആക്രോശിച്ചവരായിരുന്നു ഇപ്പൊ അത് ചെയ്യുന്നത്. അപ്പോ വല്ലവന്റെയും പെൺമക്കളെയും വല്ലവന്റെയും ആൺമക്കളെയും സ്ക്രൂ ചെയ്ത് ആവേശം കൊടുത്ത റോട്ടിൽ ചുംബിക്കാനും ഇണചേരാനുമെല്ലാം ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുറവിളി കൂട്ടിയവരുടെ മക്കളും വീട്ടുകാരും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവരിത് ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിക്കാൻ ജഗദീശ്വരൻ DYFIക്കാർക്കും SFIക്കാർക്കും CPMക്കാർക്കും അല്പം വിവേകം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രണാം.